GST പരിഷ്കരണമാണ് ഇന്നത്തെ വിഷയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ചെങ്കോട്ടയിൽ പ്രസംഗം നടത്തവേ ഇതാ GST പരിഷ്കരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ആ ആഘോഷം ഇപ്പോൾ ഇതാ രാജ്യത്തെ ജനങ്ങൾക്ക് നവരാത്രിയുടെ സമ്മാനമായി GST പരിഷ്കരണം നൽകുകയാണ്, നികുതി കുറക്കാൻ പോവുകയാണ്. രാജ്യമെങ്ങും സാധനങ്ങളുടെ 90% വരുന്ന ഉൽപ്പന്നങ്ങളുടെയും വില കുറയാൻ പോവുകയാണ് എന്ന രൂപത്തിൽ വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന GST പരിഷ്കരണം ഇന്നു മുതൽ രാജ്യത്ത് നടപ്പായി കഴിഞ്ഞു. നമ്മൾ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2017 ജൂലൈ 1 അർദ്ധരാത്രി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച് പൊടുന്നനെ പ്രഖ്യാപിച്ചതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST എന്ന വിവിധ സ്ലാബുകളുള്ള നികുതി സമ്പ്രദായം. 7 വർഷങ്ങൾക്കിപ്പുറം 2025 GST പരിഷ്കരണം കൊണ്ടുവരുന്നു. ഈ സ്ലാബുകളുടെ എണ്ണമൊക്കെ കുറക്കുന്നു. അതുവഴി വലിയ തോതിൽ വിലക്കുറവ് സാധനങ്ങൾക്ക് രാജ്യത്തെ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെ നികുതി കുറച്ചുകൊണ്ടുള്ള ഒരു പരിഷ്കരണം കൊണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ സർക്കാർ പറയുന്നത് പോലെ, പ്രധാനമന്ത്രിയൊക്കെ പറയുന്നത് പോലെ ഇത് ജനങ്ങൾക്ക് നൽകിയ ഒരു സമ്മാനമാണോ, അതല്ല എങ്ങനെയാണ് ഈ ഒരു പരിഷ്കരണത്തെ വായിക്കേണ്ടത്? ഒറ്റ നോട്ടത്തിൽ അത് ജനങ്ങൾക്ക് നൽകിയ സമ്മാനമാണെന്ന് നമുക്ക് പറയാം. ഒറ്റ നോട്ടത്തിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ 28%, 18%, 12%, 5%, ഇങ്ങനെയായിരുന്നു 4 സ്ലാബ് ഉണ്ടായിരുന്നു. അത് മാറ്റി 18ഉം 5ഉം ആക്കി മാറ്റുമ്പോൾ ഏതാണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും നികുതി നിരക്ക് 18ലേക്കോ 5ലേക്കോ മാറും. സ്വാഭാവികമായിട്ടും കുറേ ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ദൈനംദിനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാലുൽപ്പന്നങ്ങൾ, പാലാണെങ്കിലും തൈരാണെങ്കിലും മറ്റ് പാൽ ഉൽപ്പന്നങ്ങളാണെങ്കിലും ഒക്കെ ഇതിൻ്റെയൊക്കെ നികുതി നിരക്കുകൾ കുറയുന്നുണ്ട്. അതുപോലെ ബേക്കറി പ്രോഡക്ട്സ്, ഇതിൻ്റെയൊക്കെ നികുതി നിരക്ക് കുറയുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ സാധാരണക്കാരായ മനുഷ്യർക്ക് അത്രയും വില കുറഞ്ഞ് ഇത് ഇന്നു മുതൽ കിട്ടും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ആ നിലയ്ക്ക് അത് സമ്മാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഇപ്പോൾ നോട്ട് പുസ്തകങ്ങൾ, അതുപോലെ ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇതിൻ്റെയൊക്കെ വില കുറയുന്നുണ്ട്. കാറുകളുടെ വില കുറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ സമ്മാനമാണ് എന്ന് പറയാം. അപ്പോൾ ഈ സമ്മാനമാണെന്ന്, ഇന്നു മുതൽ ഈ സമ്മാനമാണെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ 2017 മുതൽ ഇന്ന് വരെ ഈ കൂടിയ വില നമ്മുടെ കയ്യിൽ നിന്ന് സർക്കാർ ഈടാക്കുമായിരുന്നല്ലോ. കൂടിയ നിരക്ക് ഈടാക്കല്ലേ ചെയ്തുകൊണ്ടിരുന്നെന്നുള്ളൊരു ചോദ്യമുണ്ട്. 2017 മുതൽ 25 വരെ 8 വർഷമായിട്ട് നമ്മളെ ഈ നരേന്ദ്രമോദി സർക്കാർ ഈ അധിക നികുതി ചുമത്തി പിഴിയുകയായിരുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ വേറൊരർത്ഥം. ആ നിലയ്ക്ക് 8 വർഷമായിട്ട് നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നു മുതൽ നമുക്കൊരു ചെറിയ ആശ്വാസം തന്നിട്ടുണ്ട് എന്ന് നമ്മളതിനെ തിരുത്തി വായിക്കണം. സമ്മാനമല്ല, ഇത്രയും വർഷം പിഴിഞ്ഞെന്ന് കുറച്ചൊരു ആശ്വാസം നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമ്മളതിനെ തിരുത്തി വായിക്കുകയാണ് സത്യം പറഞ്ഞാൽ വേണ്ടത്. പിന്നെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇത് ആശ്വാസമാണ്, നമുക്ക് ഇളവ് തന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് എത്ര കാലത്തേക്കാണ് ഇത് ഉണ്ടാവുകയെന്ന് നമുക്കറിയില്ല. എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പം ഇത് കുറച്ചേക്കണത് എന്ന് നമുക്കറിയില്ല. അത് രാഷ്ട്രീയ ലക്ഷ്യമാണോ, അതോ വേറെ ഏതെങ്കിലും കോർപ്പറേറ്റുകൾക്ക് സഹായം നൽകാനുള്ള പദ്ധതിയാണോ, ഇതൊന്നും നമുക്കിപ്പോൾ കൃത്യമായിട്ട് അറിയില്ല. ഒറ്റ നോട്ടത്തിൽ നമുക്കിതാ ഒരു ബൊണാൻസ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാത്തിനും നികുതി കുറയാണ്. പ്രധാനമന്ത്രി അത് രാജ്യത്തോട് പ്രത്യേക അഭിസംബോധന നടത്തി ആദ്യം സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് ഒരു പ്രത്യേക അഭിസംബോധനയിലൂടെ വീണ്ടും പറഞ്ഞു. പിന്നെ എല്ലാ മന്ത്രിമാരോടും പ്രചരണം നടത്താൻ പറയുന്നു. എല്ലാ MP-മാരോടും പദയാത്ര നടത്തി ഇത് പ്രചരിപ്പിക്കാൻ പറഞ്ഞു. ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്ര നാളത്തേക്കാണ് എന്നുള്ളത് നമുക്കറിയില്ല. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു സംഗതി. എന്തായാലും ഒരു പെട്ടെന്ന് ഇതിൽ നിന്ന് പിന്നാക്കം പോകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കേരളം, തമിഴ്നാട്, ആസാം, പശ്ചിമ ബംഗാൾ, പോണ്ടിച്ചേരി, ഇങ്ങനെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ഒരു പിന്നോക്കം പോക്കുണ്ടാവൂ എന്ന് നമുക്ക് കരുതാം. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിനൊരു പിന്നോക്കം പോക്കുണ്ടാവില്ല. ആ നിലയ്ക്ക് വേണമെങ്കിൽ നമുക്കിതിനെ ഒരു സമ്മാനം എന്ന് പറയാം. ഈ GST കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇപ്പോൾ നമുക്കറിയാം, നോട്ട് നിരോധനം കൊണ്ടുവന്നു. അതിനെ തുടർന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടായ ഒരു ഇളക്കം. അതിനെ തുടർന്ന് പിന്നീട് ഉടനെ അതിൽ നിന്ന് കരകയറുന്നതിന് മുമ്പ് തന്നെ GST വരുന്നു. അതിനെ തുടർന്ന് അതിൻ്റെ ആ ഒരു ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് ഭയങ്കരമായിരുന്നു. ഇപ്പോൾ 8 വർഷങ്ങൾക്ക് ശേഷം സർക്കാർ, നമുക്കറിയാം, GST കൊണ്ടുവന്നതിന് ശേഷം MSME സെക്ടർ അടക്കം ഒരുപാട് വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഈ സ്ട്രഗിൾ, ഇങ്ങനെ ഒരു ഇതിൻ്റെ പിറകോശം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ഇങ്ങനെ ഒരു പരാജയം GSTക്ക് ഉണ്ടായിരുന്നുവെന്നും സർക്കാർ സമ്മതിക്കുകയല്ലേ യഥാർത്ഥത്തിൽ ഈ ഒരു പരിഷ്കരണത്തിലൂടെ ചെയ്യുന്നത്? ഇതിൽ സാലിം സൂചിപ്പിച്ച ആദ്യത്തെ കാര്യമുണ്ടല്ലോ, ഇപ്പം നോട്ട് പിൻവലിക്കൽ എന്ന് പറയുന്ന പരിപാടി. 500ൻ്റെയും 1000ൻ്റെയും നോട്ടുകൾ വിപണിയിൽ നിന്ന് പൂർണ്ണമായി പിൻവലിച്ച് ഏതാണ്ട് സർക്കുലേഷനിലുണ്ടായിരുന്നതിൻ്റെ 80% നോട്ടുകൾ ഒറ്റയടിക്ക് പിൻവലിച്ച വഴി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ, അതുപോലെ ഈ പറഞ്ഞ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കൊക്കെ ഉണ്ടായ വലിയ തിരിച്ചടിയുണ്ട്. അതിൽ നിന്ന്
കരകയറുന്നതിന് മുമ്പാണ് GST പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. അതിൻ്റെ തൊട്ടു പുറകെ എന്ന് വെച്ചാൽ ഈ രണ്ട് ആഘാതങ്ങളുടെയും ഒരു പ്രയാസം, അതിൽ നിന്ന് മോചിതരാകുന്നതിന് മുമ്പാണ് കോവിഡ് വരുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ മേഖല വലിയ തോതിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. അതിന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇക്കാലത്തിനിടെ ചെയ്ത കാര്യങ്ങളൊന്നും ഫലം കണ്ടില്ല എന്നുകൂടിയാണ് സർക്കാർ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പല കാലത്തെ ബജറ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രോജക്റ്റുകൾ ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന കാഴ്ച നമ്മൾ കാണാം. അതായത് അവർക്ക് നിലവിലുള്ള വായ്പയുടെ തിരിച്ചടവ് കാലപരിധി കൂട്ടിക്കൊടുക്കുന്നു, നിലവിൽ വായ്പയുള്ളവർക്ക് തന്നെ അധിക വായ്പ അനുവദിക്കുന്നു, അങ്ങനെ അധിക വായ്പ അനുവദിക്കുന്ന അധികമായി എടുക്കുന്ന വായ്പയ്ക്ക് മൊറട്ടോറിയം പീരീഡ് അനുവദിക്കുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള പ്രോജക്റ്റുകൾ നമ്മൾ കേട്ടു. അതുപോലെ പുതുതായിട്ട് തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് 1 വർഷത്തേക്ക് അവിടെ നിയമിക്കുന്ന ജീവനക്കാരുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് വിഹിതത്തിൻ്റെ ഒരു ഭാഗം സർക്കാർ അടയ്ക്കുന്നു. പുതുതായിട്ട് നിയമിക്കുന്ന ആളുകളിൽ തന്നെ പുതുതായിട്ട് ആരെങ്കിലും നിയമിച്ചാൽ അവരുടെ 1 മാസത്തെ ശമ്പളം പൂർണ്ണമായിട്ട് സർക്കാർ കൊടുക്കുന്നു. ഇങ്ങനെ പല രൂപത്തിലുള്ള സംഗതികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. അതിന് പാരലായിട്ട് വേറൊരു കാര്യം കൂടെ കേന്ദ്ര സർക്കാർ ചെയ്തു. വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ നികുതിയും കുറച്ചു കൊടുത്തു. അപ്പം ഇങ്ങനെ പല തരത്തിലുള്ള പണി കേന്ദ്ര സർക്കാർ എടുത്തു. എന്നിട്ട് അതൊന്നും ഈ പറഞ്ഞ സെക്ടറുകളെ സഹായിക്കാൻ പര്യാപ്തമായില്ല എന്നുള്ളതാണ് വസ്തുത. അത് കഴിഞ്ഞിട്ട് അപ്പം എന്ന് വെച്ചാൽ ഇത് സഹായിക്കണ എന്താ ഇപ്പം നടക്കണ്ടേ? ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവരുടെ ഉൽപ്പന്ന ചെലവ് കഴിച്ച് ഒരു ന്യായമായ ലാഭം എടുത്തുകൊണ്ട് വിൽക്കാനുള്ള അവസരം കമ്പോളത്തിൽ ഉണ്ടാവണം. ഇതാണല്ലോ സംഭവിക്കേണ്ടത്. എന്നാൽ മാത്രമാണല്ലോ ഇതൊക്കെ വിറ്റുപോവുക. അപ്പോഴാണല്ലോ ഈ ഉൽപ്പാദിപ്പിക്കുന്ന ചെറുകിട കമ്പനികളാണെങ്കിലും ഇടത്തരം കമ്പനികളാണെങ്കിലും വൻകിട കമ്പനികളാണെങ്കിലും അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ചെല്ലുന്നു, മാർക്കറ്റിൽ നിന്ന് വിറ്റ് പോകുന്നു, അവർക്ക് പൈസ കിട്ടുന്നു. ഇതാണല്ലോ ഇതിൻ്റെ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. ഇത് നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് നടക്കാതിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ബജറ്റിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റിലല്ലേ അതോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബജറ്റിലാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, ആദായ നികുതി പരിധി 12 ലക്ഷം വരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ്. 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി വേണ്ട എന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. അന്ന് ധനമന്ത്രി പറഞ്ഞെന്നാൽ, അതായത് ഇത്രയും പേര് ആദായ നികുതി പരിധിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവർ ആദായ നികുതിയായി കൊടുത്തിരുന്ന പണം അത് അവരുടെ കയ്യിലുണ്ടാവും, അവരത് സ്പെൻഡ് ചെയ്യും മാർക്കറ്റിൽ. അതുകൊണ്ട് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് വിൽപ്പന നടക്കും, ഈ കമ്പനികളൊക്കെ പണം കിട്ടും, വലിയ ബൂമായിരിക്കും മാർക്കറ്റിലുണ്ടാകുമ്പോൾ. ഇതാണ് പറഞ്ഞത്. അന്ന് ധനമന്ത്രി പറഞ്ഞ ഏതാണ്ട് 1 ലക്ഷം മുതൽ 2 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഖജനാവിന് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് കേന്ദ്ര സർക്കാർ വലിയ ത്യാഗം അനുഭവിച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്നാണെന്ന് പറഞ്ഞത്. ശരിയാണ്, കേന്ദ്ര സർക്കാരിന് നഷ്ടം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ നഷ്ടത്തിൻ്റെ 41% അന്ന് നികുതി, ഈ ആദായ നികുതി കുറച്ചപ്പോൾ ഉണ്ടായ നഷ്ടത്തിൻ്റെ 41% വഹിച്ചിരിക്കുന്നത് സംസ്ഥാനങ്ങളാണ്. സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതത്തിന് 41%, അതിൽ അത്രയും പൈസ കുറഞ്ഞു കഴിഞ്ഞാൽ ആ 41, അതിൽ എത്രയാണോ കുറയുന്നത് അതിന് 41% കുറവേ സംസ്ഥാനങ്ങൾക്ക് കിട്ടുള്ളൂ. എന്നാലും അന്ന് വലിയ അനൗൺസ്മെൻ്റാണ് ഉണ്ടായത്, മാർക്കറ്റ് ഭയങ്കരമായിട്ട് ബൂം ചെയ്യാൻ പോകുന്നു, ഇനി ആളുകൾ മുഴുവൻ പൈസ ചിലവാക്കി സാധനങ്ങൾ വാങ്ങി ഇവിടെ എന്താ പറയുക കടകളിലൊന്നും തിരക്കില്ലാത്ത സമയം ഉണ്ടാവില്ല എന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. അത് നടന്നോ? അത് നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ വീണ്ടും മാർക്കറ്റിന് ബൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് GST റിഡ്യൂസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും GST റിഡ്യൂസ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇതോടുകൂടെ മാർക്കറ്റിൽ വലിയ ചേഞ്ച് ഉണ്ടാവും, കൂടുതൽ വിപണനം നടക്കും. ഇപ്പോൾ 28% നികുതി ഉണ്ടായിരുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ നികുതി നിരക്ക് 18-ലേക്കോ 5%-ലേക്കോ കുറയ്ക്കുമ്പോൾ ആളുകൾ ഉടനെ ഓടിപ്പോയി ഇതൊക്കെ വാങ്ങും. ശരിയാണ്, കുറേ അവനവൻ്റെ ആവശ്യത്തിനല്ലേ വാങ്ങുള്ളൂ. എന്താണെങ്കിലും എത്ര വാങ്ങിയാലും ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് ഉപകരണം എടുത്താൽ ടെലിവിഷൻ വാങ്ങുന്നു എന്ന് വിചാരിക്കുക, ഒരു വീട്ടിലേക്ക് ഒരു 2 ടെലിവിഷൻ വാങ്ങുമായിരിക്കും, അത് കൂടുതലൊന്നും ആരും വാങ്ങാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഇതും വേറൊരു ടെക്നിക്ക്. അപ്പോൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിനെ ഉണർത്താനും അതുവഴി ഈ ഉൽപ്പാദകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കെട്ടിക്കിടക്കാതെ വിറ്റ് പോകാനും അതുവഴി അവരുടെ കച്ചവടം, അവരുടെ വ്യവസായം ലാഭകരമായി നടത്തിക്കൊണ്ടു പോകാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളൊരു പണി കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഈ രണ്ടാമതിപ്പോൾ GST ഒക്കെ കുറച്ച് വീണ്ടും ഇത് നടപ്പാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സീരീസ് ഓഫ് ഫെയിലിയേഴ്സിൻ്റെ ഒരറ്റത്ത് നിന്നിട്ടാണ് നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിത് ആ സമ്മാനം കൊടുക്കാൻ പോകുന്നു എന്ന് അവർ പറയുന്നത്. ഞങ്ങൾക്ക് ഈ പണി അറിയില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം.
ഞങ്ങൾക്കിത് വൃത്തിയായിട്ട് നടത്തി കൊണ്ടുപോകാൻ അറിയില്ല. ഞങ്ങൾക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നികുതിയൊക്കെ കുറച്ചൊന്ന് പറയാനും നികുതി കുറച്ച് സമ്മാനം തന്നു എന്ന് പറയാനും അതുവഴി എന്തെങ്കിലുമൊക്കെ നടക്കുമെങ്കിൽ നടക്കട്ടെ എന്ന് പറയാനും ഒക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അത്രയും ധനകാര്യ എന്താ പറയുക കൈകാര്യം മാത്രമേ ധനമന്ത്രി നിർമ്മല സീതാരാമനുള്ളൂ എന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു പരമ്പരയുടെ ബാക്കിപത്രം എന്ന് ആ രൂപത്തിൽ തന്നെ നോക്കുകയാണെങ്കിലും ഇപ്പോൾ കൊണ്ടുവന്ന GST പരിഷ്കരണം ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് ബൂമിംഗ് ആണെങ്കിലും തന്നെ ലോങ് ടേമിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇപ്പോൾ നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ അദ്ദേഹം സാർ പറയുന്നതും ഇന്ന് അതായത് അദ്ദേഹം GST കൗൺസിൽ മെമ്പറാണ്. പക്ഷേ GST കൗൺസിലിൽ വരെ ഇതിനെക്കുറിച്ചുള്ള മതിയായ പഠനങ്ങളോ ഒന്നും നടന്നിട്ടില്ല. പ്രധാനമന്ത്രി ആദ്യം പ്രഖ്യാപിക്കുന്നു, അതിനനുസരിച്ച് ധനകാര്യ മന്ത്രാലയവും പ്രഖ്യാപിക്കുന്നു എന്നുള്ള രൂപത്തിലൊക്കെയാണ് ഇപ്പോഴത്തെ ഈ പരിഷ്കരണവും വന്നിട്ടുള്ളത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഈ പണത്തിൻ്റെ ഒരു ചാക്രിക മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അത് ഇവിടെയും ബാധകമാണ്. ഇപ്പോൾ GST കുറയുന്നു, ഓക്കെ, GST കുറഞ്ഞു, അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഉൽപ്പന്നങ്ങൾ കൂടുതലായി വിറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. അതുവഴി GST കളക്ഷനിൽ ഒരു പക്ഷേ ചെറിയ വർധന ഉണ്ടായേക്കാം. ചെറിയ വർധന എന്ന് പറഞ്ഞാൽ നഷ്ടമാകുന്ന അത്രയും വർധന ഉണ്ടാകുമെന്ന് നമുക്ക് പറയില്ല. അതായത് ഒരു ലളിതമായ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വരുത്തിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അതായത് 28%, 18%, 12%, 5% എന്ന 4 സ്ലാബ് മാറ്റി 18ഉം 5ഉം ആക്കി ഏതാണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളെയും അതിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചിലതിന് ഒരുപാട് വില കുറഞ്ഞു, ചിലതിന് 5% ഉണ്ടായിരുന്നു, ചിലത് 18%ലേക്ക് വന്നു. ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെൻ്റൊക്കെ വന്നു. ഇതിൻ്റെ ടോട്ടൽ ഇത് കണക്കാക്കുമ്പോൾ ഇപ്പോഴും കൃത്യമായ കണക്ക് ധനമന്ത്രാലയം പുറത്തുവിട്ടില്ല എത്ര നഷ്ടമാണ് ഉണ്ടാവുക എന്നുള്ളത്. കണക്ക് കൂട്ടുന്നത് ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയുടെ നഷ്ടം കേന്ദ്ര ഖജനാവിനുണ്ടാവും. കേന്ദ്ര ഖജനാവിനെന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം കോടി രൂപ നേരിട്ട് എത്തുന്നത് കേന്ദ്ര ഖജനാവിലേക്കാണെങ്കിൽ സംസ്ഥാനങ്ങൾ കൂടി അവകാശപ്പെട്ട വിഹിതമാണ്. 50-50 എടുത്തു കഴിഞ്ഞാൽ 1.5 ലക്ഷം കോടി രൂപ നഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ 75,000 കോടി രൂപ കേന്ദ്രത്തിനും 75,000 കോടി രൂപ സംസ്ഥാനങ്ങൾക്കുമാണ് നഷ്ടം. അതുകൊണ്ടാണ് ബാലഗോപാൽ പറയുന്നത് സംസ്ഥാനത്തിന് 10,000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാവും എന്ന് ബാലഗോപാൽ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പണം, ഈ പറയുന്ന GST വഴി കിട്ടുന്ന പണം, അതുകൊണ്ടാണ് അതിലൊരു വിഹിതമാണ് വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത്. ആ വിഹിതം കൂടി ഉപയോഗിച്ചിട്ടാണ് സംസ്ഥാനങ്ങൾ അവരുടെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതും അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ റോഡുകളാണെങ്കിലും പാലങ്ങളാണെങ്കിലും ക്ഷേമ പദ്ധതികളാണെങ്കിലും ഇതൊക്കെ നടപ്പാക്കുന്നത് ഈ വരുമാന വിഹിതവും കൂടെ കണക്കാക്കിയിട്ടാണ് ഇതൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറയുന്നതൊക്കെ മുടങ്ങാൻ സാധ്യതയുണ്ട്. ക്ഷേമ പെൻഷൻ ഒരുപക്ഷെ മുടങ്ങാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ വികസന പദ്ധതികൾ മുടങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുടങ്ങുമ്പോൾ എന്താ, അവിടെ ആ വർക്ക് തടസ്സപ്പെടുകയാണെങ്കിൽ അവിടെ കുറേ തൊഴിൽ നഷ്ടം ഉണ്ടാവും. പിന്നെ ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ അവർ മാർക്കറ്റിൽ ചിലവാക്കുന്ന പണം കുറയും. മാർക്കറ്റ് ബൂം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ അവർ മാർക്കറ്റിൽ ചിലവാക്കുന്ന പണം കുറയും. ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ 1-2 പേർക്ക് കൊടുക്കുന്നതല്ല. കേരളത്തിൽ ഏതാണ്ട് 60-64 ലക്ഷം പേർക്ക് കൊടുക്കുന്ന പണമാണ്. 64 ലക്ഷം പേർക്ക് 1,600 രൂപ വെച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വോള്യം ആലോചിച്ച് നോക്കും. ഒരു മാസം ആ പണമാണ് മാർക്കറ്റിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ അതിലൊരു ഭാഗമാണ് മാർക്കറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് മുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പണം മാർക്കറ്റിലേക്ക് എത്താതെ വരും. അത് വീണ്ടും മാർക്കറ്റിനെ മുരടിപ്പിക്കും. അപ്പോൾ ഇതൊരു സർക്കിളാണ്. ഇത് കുറേ ആലോചിച്ചും വളരെ ആസൂത്രത്തോടും നടപ്പാക്കേണ്ട ഒരു പണിയാണ് നികുതി പരിഷ്കരണം എന്ന് പറയുന്നത്. അല്ലാതെ പ്രധാനമന്ത്രി പോയി ചെങ്കോട്ടെ പ്രസംഗിച്ചിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു പണിയല്ല. അതുപോലും ജനാധിപത്യ വിരുദ്ധമായ പണിയാണ്. കാരണം GSTയിൽ തീരുമാനമെടുക്കേണ്ടത് GST കൗൺസിലാണ്. GST കൗൺസിൽ എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു ബോഡിയാണ്. അവിടെ ഇങ്ങനെ ഒരു പ്രപ്പോസൽ കേന്ദ്ര സർക്കാർ വെക്കുകയാണെങ്കിൽ അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് പറയാനുള്ളൊരു വേദിയുണ്ട്. ഞങ്ങൾക്ക് ഇതുപോലെ ഇത്ര നഷ്ടം വരും, നിങ്ങളിത് നടപ്പാക്കുകയാണെങ്കിൽ ഈ നഷ്ടം നികത്തി തരാൻ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് സംസ്ഥാനങ്ങൾക്ക് അവിടെ ചോദിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു അവസരമൊന്നും കൊടുക്കാതെ വളരെ ഏകപക്ഷീയമായിട്ട് കേന്ദ്ര സർക്കാർ അങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടത്തിൻ്റെ ഭാരം മിക്കവാറും സംസ്ഥാനങ്ങളുടെ പെടലിക്കിടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുക. അത് മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ സംഭവിക്കുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യാം. കാരണം GST 2017 ജൂലൈ 1 നടപ്പാക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ വരുമാന വർധന എന്ന് പറയുന്നത് 14% എന്നാണ് കണക്കൂട്ടിയിരുന്നത്. ആ 14% ആകുന്നില്ല എങ്കിൽ 5 വർഷത്തേക്ക് നഷ്ടപരിഹാരം എന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു. അപ്പോൾ ഈ നഷ്ടപരിഹാരം കൊടുത്തത് തന്നെ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഈ നികുതിയുടെ നിരക്കിന് പുറത്തൊരു സെസ് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ നഷ്ടപരിഹാരത്തിനുള്ള പണം കേന്ദ്ര സർക്കാർ കണ്ടെത്തിയത്. എന്നിട്ട് ആ നഷ്ടപരിഹാരം പോലും വൃത്തിയായിട്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വീതിച്ചു കൊടുത്തില്ല. അത് നമ്മുടെ മുമ്പിലുണ്ട് അനുഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നഷ്ടത്തിൻ്റെ ഭാരം
കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ പുറത്ത് അടിച്ചേൽപ്പിക്കാനാണ് സകല സാധ്യതയും. വേറൊന്നും കൂടെ സംഭവിക്കാം. നികുതി നിരക്കുകൾ ഇതേ നിലയിൽ തന്നെ തുടർന്നേക്കാം. അത് 5, 18 എന്ന 2 സ്ലാബുകളായിട്ട് തുറന്നേക്കാം. കേന്ദ്ര സർക്കാർ അഡീഷണൽ ആയിട്ട് കേന്ദ്ര ഖജനാവിലേക്ക് മാത്രം വരുമാനം ഉണ്ടാക്കാൻ പാകത്തിനുള്ള സെസ്സുകൾ ചുമത്താം. ഇപ്പോൾ പെട്രോളിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ പുറത്ത് സെസ് ചുമത്തിയത് നമ്മൾ കണ്ടതാണല്ലോ. കേന്ദ്രത്തിൻ്റെ ഖജനാവിലേക്ക് മാത്രം കിട്ടാൻ പാകത്തിനുള്ള സെസ്സുകളാണ് കേന്ദ്ര സർക്കാർ ചുമത്തിയത്. അതേപോലത്തുള്ള സെസ്സുകൾ ഇനി ഏതൊക്കെ മേഖലയിൽ വേണമെങ്കിലും കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ചുമത്താൻ പറ്റും. അപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വരുമാന നഷ്ടം കേന്ദ്ര സർക്കാർ ഈ സെസ്സൊക്കെ ചുമത്തിയങ്ങ് നികത്തും. സംസ്ഥാനങ്ങൾക്ക് ഇത് പറ്റില്ല. സംസ്ഥാനങ്ങൾ ചുമത്തി കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്കെതിരെ ഭീകരമായിട്ടുള്ള വിമർശനം വരും. അപ്പോൾ ഇതൊരു വലിയ ട്രാപ്പാണ് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് വരുമാനം കൂട്ടാൻ ഒരു മാർഗവുമില്ല. കേന്ദ്ര സർക്കാരിനാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒരുപാട് മാർഗങ്ങൾ വേറെ ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ, അതുമാത്രമോ ഈ വായ്പ എടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഇപ്പോഴും ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ടിനും നിശ്ചയിച്ചിരിക്കുന്ന പരിധിക്ക് പുറത്ത് കേന്ദ്ര സർക്കാർ വായ്പ എടുക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാനങ്ങൾ വായ്പ എടുക്കാൻ സമ്മതിക്കില്ല. ഇതൊരു വലിയ ട്രാപ്പാണ്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നാട്ടുകാരെല്ലാം സന്തോഷമായിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടുന്നു. ഇന്നലെ വാങ്ങിയതിനേക്കാൾ വില കുറഞ്ഞ് ഇന്ന് സാധനങ്ങൾ കിട്ടുന്നു. നമ്മൾ സന്തോഷമാണ്. നമ്മളുടെ ഇപ്പം സാധാരണ ഈ പത്രഭാഷയിലും അല്ലെങ്കിൽ മാധ്യമ ഭാഷയിലൊക്കെ പറഞ്ഞാൽ കുടുംബ ബജറ്റ് എന്നൊക്കെ പറയുമല്ലോ. ഈ കുടുംബ ബജറ്റിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഒരു മാസം കഴിയുമ്പോൾ നമുക്കൊരു 750 രൂപയുടെ മാറ്റം കഴിഞ്ഞ മാസത്തെ ചിലവിനെ അപേക്ഷിച്ച് ഈ മാസം ഉണ്ടായി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ലോങ് ടേമിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും അത് സംസ്ഥാനങ്ങളെ ദോഷകരമായി ബാധിക്കുമെങ്കിൽ അത് ഇൻ ടേൺ അത് നാട്ടുകാരെയും ദോഷകരമായിട്ട് ബാധിക്കും. അത് ലോങ് ടേമിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് മോശമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതോടൊപ്പം തന്നെ ഇപ്പോൾ നന്നായി പ്രചരിപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി അടക്കം നന്നായി പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ പരിഷ്കാരങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ മാധ്യമങ്ങളാണെങ്കിലും തന്നെ ഒരു ഭാഗത്ത് വില ഇത്ര കുറയും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സാധനങ്ങളുടെ ലിസ്റ്റ് ഇടുന്നു, മാർക്കറ്റിൽ പോയി എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കുന്നു, ഇങ്ങനെ തുടങ്ങിയ വാർത്തകളാണ് നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിലൊക്കെ. പക്ഷേ 8 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഇത് കൊണ്ടുവന്ന അതേ ഗവൺമെൻറ്റാണ് ഇത്രയും കാലം ഇത് ചൂഷണം ചെയ്തിട്ട് ആയിരുന്നു ഇത്രയും കാലം ഇത് പിരിച്ചെടുത്തിരുന്നത്. അതിൽ നിന്നൊരു ആശ്വാസമാണ് എന്നുള്ള രൂപത്തിലുള്ള വാർത്തകളോ റിപ്പോർട്ടുകളോ എവിടെയും കാണുന്നുമില്ല. ഇത് സർക്കാർ PR വർക്കിലൂടെ മറച്ചു വെച്ച കാര്യങ്ങൾ അത് അതേപോലെ മാധ്യമങ്ങളും ഏറ്റെടുത്തത് കൊണ്ടായിരിക്കും. അതെ, അവൻ സാധ്യത കൂടുതലാണ്. അതിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോളിൻ്റെ ഡീസലിൻ്റെയൊക്കെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ അസംസ്കൃത എണ്ണയുടെ വില ആഗോള മാർക്കറ്റിൽ കുറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ ആനുകൂല്യം ജനങ്ങൾക്ക് കൊടുക്കാത്തതെന്നുള്ള ചോദ്യം രാജ്യത്തെ മാധ്യമങ്ങൾ ചോദിച്ചൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഇപ്പോൾ പോലും അന്താരാഷ്ട്ര മാർക്കറ്റിലെ അസംസ്കൃത എണ്ണയുടെ വിലയ്ക്ക് ആനുപാതികമായ വിലയാണോ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും കൊടുക്കുന്നത് എന്ന ചോദ്യം മീഡിയാസ് ആരും അറ്റൻഡ് ചെയ്യുന്നില്ല, ആരും ചോദിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് എല്ലാം ഒരു ആഘോഷമാണ്. വാർത്ത മൊത്തത്തിലൊരു ആഘോഷമാണല്ലോ. ഇതൊരു ആഘോഷമാണ്. പ്രധാനമന്ത്രി വരുന്നു, പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിക്കുന്നു, അദ്ദേഹം ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നു. ഇത് ഭയങ്കര സംഭവമാണ് എന്ന് എന്താ പറയുക, ആശ്ചര്യം കലർന്നതോ അല്ലെങ്കിൽ കൗതുകം കലർന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളോടുകൂടെ മാർക്കറ്റിൽ പോവുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇതേ ആളുകൾ തന്നെയാണ് ഏതെങ്കിലും ഒരു ആഘോഷം വരുമ്പോഴത്തേക്കും കമ്പോളത്തിൽ ഭയങ്കരമായി വില കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റിൽ പോവുക. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കോസ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ആലോചനയും ഇക്കൂട്ടർക്കില്ല. അതുകൊണ്ടാണ് ഇവർ കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ ഉയർന്ന നികുതിയാണല്ലോ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു തരത്തിലും ആലോചിക്കാത്തത്. ഏതിനൊക്കെ ഇപ്പോൾ കാറിനൊക്കെ നികുതി കൊടുത്തു എന്ന് വെച്ചാൽ അത് കുറേ സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, കുറച്ചുകൂടെ ബെറ്റർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആളുകൾ വാങ്ങുന്നതാണെന്ന് നമുക്ക് വേണമെങ്കിൽ കരുത്. ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ പോലും അതുപോലെ ഇപ്പോൾ വലിയ ടെലിവിഷൻ സെറ്റുകളൊക്കെ കുറച്ചുകൂടെ സാമ്പത്തിക ശേഷിയുള്ളവർ വാങ്ങുന്നതാണെന്ന് വിചാരിക്കാം. പാലുൽപ്പന്നങ്ങൾ, തൈര്, അതുപോലെ കടലാസ്, പേന, റബ്ബർ, ഇതിനൊക്കെ ഉയർന്ന നികുതിയാണ് ഈ 7 കൊല്ലമായിട്ട് നരേന്ദ്രമോദി സർക്കാർ പിഴിഞ്ഞെടുത്തുകൊണ്ടിരുന്നത് എന്നുകൂടെ പറയണ്ടേ നമ്മൾ. ബാക്കിയൊക്കെ വിടുക. അതുപോലെ ഇൻഷുറൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാ. രാജ്യത്തെ പൗരന്മാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കണമായിരുന്നുവെങ്കിൽ ഇതുവരെ വലിയ എമൗണ്ട് നികുതിയായിട്ട് കൊടുക്കണമായിരുന്നു എന്നുള്ളൊരു വസ്തുത ഇവർ പറയണ്ടേ. അത് പറയുന്നില്ലല്ലോ. കഴിഞ്ഞ 7 വർഷമായിട്ട് ഇതുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് വലിയ സമ്മാനമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് മുൻകാലത്ത് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വലിയ എമൗണ്ട് ഈടാക്കിയിരുന്നു, അത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ് എന്ന് സർക്കാർ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതൊരു വലിയ ട്രാപ്പാണ്. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കാറുകൾക്കുള്ള GST നിരക്ക് കുറച്ചിട്ടുണ്ട്.
വെച്ചാൽ 15 കൊല്ലം ആയുസ്സായി നിശ്ചയിച്ച് കാറുകൾ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ കാറുകൾക്ക് മാർക്കറ്റ് വരികയാണ്. ഇപ്പോൾ വിപണിയിലേക്ക് കൂടുതൽ കമ്പനികൾ വരികയാണ്, കൂടുതൽ പ്രോഡക്റ്റ് വരികയാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ സെല്ലിങ്ങിൽ കുറവുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് സർക്കാരിൻ്റെ ആവശ്യമാണല്ലോ. കാരണം ഇത്തരം കമ്പനികളാണല്ലോ സർക്കാരിനെ നിലനിർത്തുന്നത്. അവർ ഇലക്ട്രൽ ബോണ്ടായിട്ടും അല്ലാതെയും കൊടുക്കുന്ന പണം ഉപയോഗിച്ചിട്ടാണല്ലോ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് മറയിടാനായിട്ട് നമുക്ക് ഇപ്പുറത്ത് പാലിൻ്റെ വില കുറച്ചേ പറ്റുള്ളൂ. അതാണ് ഇതിനകത്തുള്ള പ്രശ്നം. അതുപോലെ ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസിൻ്റെയും മറ്റ് ഇൻഷുറൻസിൻ്റെയൊക്കെ കാര്യം നമ്മൾ പറഞ്ഞു. അധികം വൈകാതെ ഇൻഷുറൻസ് മേഖലയിലേക്ക് വലിയ കമ്പനികൾ വരുന്ന ഒരു ട്രെൻഡ് ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള വലിയ കമ്പനികൾ വരുന്ന ട്രെൻഡ് ഉണ്ടായാൽ നമ്മൾ അത്ഭുതപ്പെടാനില്ല. അവരിപ്പോൾ വരാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ ഈ സെസ് ചുമത്തുന്നതുകൊണ്ട് ഈ ഇൻഷുറൻസ് എടുക്കാൻ ആളുകൾ മടിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കൊണ്ടാകാം. ഞാനൊരു പ്രോബബിലിറ്റിയാണ് പറയുന്നത്. ആകാം. ആ സെസ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് കൂടി ആകാം ഇത്. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊന്ന് കുറച്ച് തരൂ, ഒരു 2 വർഷത്തേക്ക്. 2 വർഷം കൊണ്ട് ഞങ്ങളിത് മാർക്കറ്റ് ചെയ്തെടുത്തോളാം. 2 വർഷം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേണേൽ സെസ് ചുമത്തിക്കൊള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇൻഷുറൻസ് എടുത്ത് ശീലമായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിലേക്ക് എന്താ പറയുക, ആ ബ്രാക്കറ്റിലേക്ക് വന്നു. അപ്പോൾ പിന്നെ അവർക്ക് അത് കണ്ടിന്യൂ ചെയ്തോളൂ. ഇതൊക്കെ ഒരു വലിയ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ ഒളിപ്പിച്ച് കടത്തുമ്പോൾ നമുക്കിപ്പുറത്ത് ചില സൗജന്യങ്ങൾ കൊടുത്ത് ജനങ്ങളെ കൂടെ നിർത്തേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് കൂടി ആവാം ഈ പണി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇത് വളരെ സൽബുദ്ധിയോടുകൂടി ജനങ്ങൾക്ക് എന്നാൽ പിന്നെ രാവിലെ സ്വാതന്ത്ര്യദിന തലേന്ന് ഉറങ്ങി എണീറ്റപ്പോൾ നാളെ ഒരു പ്രഖ്യാപനം നടത്തി ജനങ്ങൾക്കൊരു സമ്മാനം കൊടുത്തേക്കാം എന്ന് വിചാരിച്ചതാവാനുള്ള ഒരു സാധ്യതയും ഇതിൽ കാണുന്നില്ല. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവർ മണ്ടന്മാരാവാൻ വഴിയുള്ളൂ. അവസാനമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സംസ്ഥാനങ്ങളുടെ വരുമാന വിഹിതം കുറയുന്നതിനെ ചൊല്ലിയുള്ള ആശങ്കകൾ, അത് എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോമ്പൻസേഷൻ പാക്കേജുകളെ കുറിച്ച് വ്യക്തതയില്ല എന്നാണ് പറയുന്നത്. ധനമന്ത്രി ബാലഗോപാലൻ പറയുന്നത് ബജറ്റിനെ വരെ ബാധിച്ചേക്കാം എന്നൊക്കെയാണ്. ഇപ്പോൾ ലോട്ടറി അടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാനത്തിന് ധാരാളം വരുമാന നഷ്ടം ഉണ്ടാകും എന്നും കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഇതിന് എന്തെല്ലാം പദ്ധതികളായിരിക്കും ഇനി ഇതിനെ നേരിടാൻ വേണ്ടി മുന്നോട്ട് വെക്കാൻ സാധ്യത? സംസ്ഥാന സർക്കാരിന് വളരെ ലിമിറ്റഡ് ആയുള്ള ഓപ്ഷൻസേ ഇപ്പോൾ ഉള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ മദ്യത്തിന് ഇനിയും ടാക്സ് കൂട്ടാം. മദ്യം GSTയുടെ പുറത്ത് കിടക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്ട്സിന്, അതായത് പെട്രോള്, ഡീസൽ, അതുപോലെ മണ്ണെണ്ണ, അങ്ങനെ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് വേണമെങ്കിൽ വാല്യൂ, അതിനിപ്പോഴും വാറ്റാണുള്ളത്, നികുതി കൂട്ടാം സംസ്ഥാന സർക്കാരുകൾക്ക്. അല്ലെങ്കിൽ ഭൂമിയുടെ രജിസ്ട്രേഷൻ കൂട്ടാം. അതിന് പകരമായിട്ട് ഈ BJP മൈൻഡഡ് ആയിട്ടുള്ള ചില സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, അവർ പ്രത്യക്ഷത്തിൽ BJP അല്ല, പക്ഷേ ഇതിനെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന സാമ്പത്തിക, നിങ്ങൾ നോക്കൂ, ഇവിടെ കേരളത്തിൽ ആരോഗ്യ മേഖലയിലെ ഫീസൊക്കെ വർദ്ധിപ്പിച്ചിട്ട് കാലങ്ങളായി. അതായത് ഇപ്പോൾ OP ടിക്കറ്റിൻ്റെ നിരക്ക് വളരെ കുറവാണ്. അതുപോലെ സർക്കാർ ആശുപത്രികളോട് ചേർന്നിട്ടുള്ള ലബോറട്ടറികളിൽ ഫീസ് വളരെ കുറവാണ്. അതൊക്കെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാവുന്നതേ ഉള്ളൂ. 5 രൂപ എന്നുള്ളത് 10 രൂപയാക്കിയാൽ ആരും ഇവിടെ പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ള മട്ടിലൊക്കെ ന്യായം നിരത്തുന്ന ആളുകളുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്കത് ശരിയാണെന്ന് തോന്നും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടത്തേക്ക് ഫീസ് വർദ്ധിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിനു വേണ്ടി സർക്കാർ ചെലവിടുന്നത് കോടിക്കണക്കിന് ഉറുപ്പ്യാണ്. അവിടെ നിന്ന് തിരിച്ചു കിട്ടുന്നതാവട്ടെ അതിൻ്റെ 10-ലൊന്നോ 100-ലൊന്നോ പോലും ഇല്ല എന്നൊക്കെ ന്യായം നിരത്തുന്ന ആളുകളുണ്ട്. ഒറ്റ നോട്ടത്തിൽ അത് ശരിയുമാണ്. പക്ഷെ അതൊക്കെ സർക്കാരും ജനങ്ങളും തമ്മിലൊരു എഗ്രിമെൻ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊതുസേവനമാണ്. പൊതുസേവനം എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ജനങ്ങൾ ഡിമാൻഡ് ചെയ്ത് മേടിച്ച സംഗതികളാണ് ഇതൊക്കെ. അത് പൊതു ആരോഗ്യ മേഖലയാണെങ്കിലും പൊതുവിദ്യാഭ്യാസമാണെങ്കിലും എന്താ പറയുക, പൊതുഗതാഗതമാണെങ്കിലും ഒക്കെ ജനങ്ങളുടെ അവകാശമായിട്ട് ജനങ്ങൾ സമ്പാദിച്ച സംഗതികളാണ്. അതിൻ്റെ പുറത്ത് നിങ്ങൾ കുതിര കയറിക്കോളൂ, ഞങ്ങൾ ഇവിടെ വേറെ കാര്യങ്ങൾ ചെയ്തോളാം എന്ന് ന്യായം നിരത്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊട്ടും എന്താ പറയുക, ലോജിക്കലല്ല, ഇതൊട്ടും സ്വീകാര്യവുമല്ല. സംസ്ഥാനങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വഴിയേ മുമ്പിലുള്ളൂ. കൂടുതൽ കടമെടുക്കാൻ പറ്റില്ല. മുൻകാലത്തെടുത്ത കടം പോലും ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ട് കടത്തിൻ്റെ പരിധി കുറയ്ക്കുന്ന സർക്കാരാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. പിന്നെ ഏതെങ്കിലും സംഗതികളുടെ ഫീസ് ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ വികാരം അവിടെ ഭരിക്കുന്ന കക്ഷിക്കെതിരാവുക എന്നുള്ളതാണ് അർത്ഥം. അപ്പം ഇത് ഒരു അൺസെറ്റിലിംഗ് പരിധി, ഇതൊരു പൊളിറ്റിക്കൽ ടൂൾ കൂടിയാണ് BJP ഉപയോഗിക്കുന്നത്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കുറെ കൂടെ ഒരു സാമ്പത്തികമായി ഞെരുക്കുക, അതിനെ മറികടക്കാൻ വേണ്ടി അവരേതെങ്കിലും വിധത്തിലുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞാൽ അത് ജനദ്രോഹമാണ് എന്ന് വരുത്തി തീർക്കുക. അതൊരു എന്താ പറയുക,
പല മുഖങ്ങളുള്ള ഒരു തന്ത്രമാണ് BJP പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെ പരാജയം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ തന്ത്രം പയറ്റുന്നത്. സംസ്ഥാനങ്ങൾക്ക് വലിയ ഓപ്ഷനൊന്നും മുമ്പിലില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ബജറ്റിനെ ഡെഫിനറ്റ്ലി ബാധിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ഷേമ പെൻഷനുകളുടെ വിതരണം ബാധിക്കും. അടുത്ത ബജറ്റിൽ അടുത്ത ഏത് സർക്കാരായിരിക്കും നമുക്കറിയില്ല. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു ബജറ്റ് കേരളത്തിൽ വരാനുണ്ട്. ആ ബജറ്റിൽ ഒരുപക്ഷെ ക്ഷേമ പെൻഷൻ വർധന എന്നുള്ളത് LDF സർക്കാരൊക്കെ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ അവർക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ വരുമാന സോഴ്സില്ല. എവിടെ നിന്ന് വരുമാനം കണ്ടെത്തും? ബജറ്റ് കമ്മി, റവന്യൂ കമ്മി, ഒരു പരിധിക്കപ്പുറം കൂട്ടാൻ സംസ്ഥാനങ്ങൾക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ ഇത് ലിമിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ബജറ്റിങ്ങിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സംസ്ഥാനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തും ഒരു തർക്കമില്ല. റൈറ്റ്. GST, വരും തലമുറ GST പരിഷ്കരണം എന്നിവരിൽ കേന്ദ്ര സർക്കാർ ഈ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിഷ്കരണം, ഇത് ഒറ്റനോട്ടത്തിൽ ഒരുപക്ഷെ പൊതുജനങ്ങൾക്ക് ഒരുപാട് വസ്തുക്കളുടെ വില കുറയുന്നു, ഇങ്ങനെയുള്ള ഷോർട്ട് ടൈം പ്രയോജനങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും 2017 ഇത് കൊണ്ടുവന്ന മോഡി സർക്കാർ, അതേ നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാരാണ് ഇപ്പോഴും ഇങ്ങനെ ഒരു പരിഷ്കാരം കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിറകിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാകും എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയുന്നത് അടക്കമുള്ള ആശങ്കകളുണ്ട്. ആ ആശങ്കകൾക്കൊക്കെ തീർപ്പുണ്ടാകുമോ, പരിഹാരം ഉണ്ടാകുമോ എന്നെല്ലാം വരും നാളുകളിൽ കാണേണ്ടി വരും. ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.